ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്ലാനുകളൊക്കെ തകിടം മറിഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 8 മണിക്ക് തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് പൊന്നൂനെയും കൊണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് 3-4 ദിവസമായിട്ട് നല്ല വയറുവേദനയാണ്. അപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വയറുവേദന ഒന്നും മാറുന്നില്ല. കുട്ടിയാണെങ്കിൽ രാത്രി ഉറങ്ങാതെ പോലും ചുരുണ്ട് മടങ്ങി അങ്ങനെ വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രയാസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ മോളെയും കൊണ്ട് സ്കാനിങ്ങിന് പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ പൊന്നൂന് മാത്രമേ ഉള്ളൂ കേട്ടോ കൊണ്ടുപോകുന്നുള്ളൂ. ചിന്നും നീനും അതുപോലെ തന്നെ ലക്കിക്കുട്ടിയൊക്കെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കൂടെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ട്, പക്ഷേ അത് വയറും അതും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതായിരുന്നു അറിയേണ്ടിയിരുന്നത്. നമ്മൾ ചെവി വേദന പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ എന്താണെങ്കിലും ഉണ്ടാവും. ആൾക്ക് അഡിനോയിഡ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവം, വയറും എപ്പോഴും ഇങ്ങനെ വേദന വേദന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയും വേണം. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ നമ്മളെ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അധികം അങ്ങനെ പേഷ്യൻസ് ഒന്നും ഉണ്ടായില്ല. നന്ന രാവിലെ അല്ലേ. പിന്നെ ഡോക്ടറാണെങ്കിൽ റൗണ്ട്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് നല്ല വയറുവേദന കാരണം വീണ്ടും എന്താ പറയുക കരച്ചിലും ബഹളമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നന്നായിട്ട് വന്ന് പോവാണ്. അപ്പോൾ എന്താ പറയുക ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് സ്കാനിങ്ങിനെല്ലാം എഴുത്തും വാങ്ങിയിട്ട് ഞങ്ങൾ സ്കാനിങ് ചെയ്യാൻ പോവുക ചെയ്തത് കേട്ടോ. നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ സ്കാൻ ചെയ്യാൻ നിന്നാൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യുമ്പോൾ എന്താണെങ്കിലും 3 മണി 3:30 ആവും കേട്ടോ. അപ്പോൾ അത്രയും നേരം മോളെയും കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ നിലമ്പൂർ നമ്മൾ ഡോക്ടർ സ്കാൻ ഉണ്ട് അവിടെ നമ്മൾ ചെല്ലുന്നതിനനുസരിച്ച് അവർ സ്കാൻ ചെയ്തോളും. അപ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതൊരു തടസ്സമാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്കാനിങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും കാണാനുമില്ല. ആൾക്ക് നല്ല വയറുവേദന എന്ന് പറയുന്നുണ്ട്. പിന്നെ കഴലേ അങ്ങനെ എന്തോ ഒരു പ്രശ്നം പറഞ്ഞു കേട്ടോ. അതും തന്നെ വല്ലാതെ സീരിയസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ഗ്യാസ് കയറിയതാണോ എന്നും അറിയില്ല. ENTൻ്റെ മരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു ചെവി വേദനയ്ക്ക്. അതിന് ശേഷമാണ് അപ്പോൾ അതിൽ ഗ്യാസ്ട്രിക് മരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഗ്യാസിൻ്റെ മരുന്ന് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നില്ല. നിംസ് ഹോസ്പിറ്റലിൽ ENT ഫാരിഷ മാമിനെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് കയറിയിട്ട് ആ ഒരു പ്രയാസം തന്നെ തുടരുകയാണോന്നും അറിയില്ല. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലേക്ക് വന്നുകൊണ്ട് പിന്നെ അവൾ കിടക്കാനും ഇതിനൊക്കെ നിന്നു. ഞാനിവിടെ കമ്പം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ചോളം കമ്പം എന്നൊക്കെയാണ് ഇതിന് പറയുക. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും ഒന്ന് പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊന്ന് പൊളിച്ചതാ അവിടെ പുഴുവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കമ്പത്തുമൊന്നുമില്ല, അതിൻ്റെ ആ ഇലൻ്റെ ഭാഗത്തൊക്കെയാണ് പുഴു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ച് പിന്നെ ഒന്ന് വേവിക്കാൻ വെക്കണം. കമ്പം കഴിക്കണതൊക്കെ നല്ലതാണ്, പക്ഷേ ഇവിടെ മക്കൾ അങ്ങനെ ഇങ്ങോട്ട് കമ്പൊന്നും കഴിക്കൂല കേട്ടോ. ചിന്നു പിന്നെയും കഴിക്കും, പൊന്നിന് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മസാല വെച്ചങ്ങാണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പൊന്നു ഏതായാലും കഴിക്കൂലല്ലോ. അപ്പോൾ ഈ ഒരു നമ്മളെ ബട്ടറിലോട്ട് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോർമൽ മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവായിരിക്കും. അപ്പോൾ അത്രത്തോളം അങ്ങ് എരിവ് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുളക് പൊടി ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഇല്ലാത്ത സമയത്ത് ഞാൻ വിനാഗിരിയും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നിങ്ങളിങ്ങനെ കമ്പം വേവിച്ചങ്ങാണ്ട് കഴിക്കാറുണ്ടോ ഒന്ന് പറയണേ. ജസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നൊക്കെ പോലെ ചെയ്തുങ്ങാണ്ട് കഴിക്കാറുണ്ടോ? നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കമ്പത്തിൻ്റെ ഡ്രസ്സൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി അതുമ്മക്ക് നമ്മൾ എന്താ പറയുക മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുക അല്ലേ. അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്രില്ല് ചെയ്തെടുക്കുകയല്ല, എയർ ഫ്രയറിൽ വേവിച്ചങ്ങാണ്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഗാരോൻ്റെ എയർ ഫ്രയറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മുമ്പേ ഈ ഒരു അഗാരോൻ്റെ എയർ ഫ്രയറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ചിക്കനൊക്കെ വേവിക്കുന്നതൊക്കെ എനിക്ക് ഈ ഒരു ഇത് വളരെ യൂസ്ഫുള്ളാണ്. എന്താ പറയുക, നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ വേവിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഒട്ടും തന്നെ ഓയിലില്ലാതെ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു 1/2 കപ്പ് ഓയിൽ ഉപയോഗിക്കേണ്ടടുത്ത് വളരെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൊണ്ട് പരിപാടി തീരും. നല്ല ടേസ്റ്റിൽ ഏകദേശം ആ ഒരു സെയിം ടേസ്റ്റിൽ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു അഗാരോൻ്റെ ഈ ഒരു എയർ ഫ്രയർമ എന്ന് പറഞ്ഞാൽ പല മോഡുകൾ വരുന്നുണ്ട്. ഈവൻ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വരെ ഇതിൻ്റെ ഉള്ളിൽ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണാൻ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ.
ചിക്കന് ഗ്രില്ല് ചെയ്യാനും റോട്ടിസറിയും അതുപോലെ തന്നെ എന്താ പറയുക ഫ്രൈ ചെയ്യാനും ഉള്ളതൊക്കെ നമുക്ക് സമൂസ അതൊക്കെ നമുക്ക് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പലതരം മോഡുകൾ ഇതാ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഈവൻ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും എല്ലാതും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഒരു ഓവൻ്റെ ഉപയോഗം തന്നെ ഈ ഒരു എയർ ഫ്രയർ കൊണ്ട് നടക്കും കേട്ടോ. മറ്റുള്ള എയർ ഫ്രയറിൽ നിന്ന് ഈ അഗാരോൻ്റെ എയർ ഫ്രയർ വ്യത്യസ്തമാവുന്നതും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റെസിപ്പി അതുപോലെ തന്നെ ഒരു മെത്തഡും ഒന്ന് കാണിച്ച് തന്നു തന്നെ ഉള്ളൂ. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയിട്ടില്ല. എനിക്ക് ഒന്നും കൂടെ ഇതൊന്ന് കരിയണതാണ് കേട്ടോ. ഒരു ഇടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കരിഞ്ഞതൊക്കെ കിട്ടുന്നതാണ് എനിക്കൊന്നും കൂടെ താല്പര്യം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോൾ വീട്ടിൽ ഉമ്മ ഉണ്ട്. കുട്ടികളും ഉമ്മയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളിലും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ കട്ടിലും ജനലും വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. മരത്തിൻ്റെത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പല സ്ഥലത്തും അന്വേഷിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ റേറ്റ് മാത്രമല്ല റേറ്റ് കുറയുമ്പോൾ എന്താണ് ക്വാളിറ്റിയിൽ മാറ്റം വരുന്നത് എന്നുള്ളതൊക്കെ നോക്കി എല്ലാതും അന്വേഷിക്കാണ്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ബൈക്കുമ്മയാണ് കേട്ടോ. എനിക്ക് കാറിൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ബൈക്കുമ്മ പോകാനാണ് കേട്ടോ. പക്ഷേ വെയിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം വെയിൽ തട്ടിങ്ങാണ്ട് നീരിറങ്ങിയിട്ട് എന്താണെങ്കിലും എനിക്ക് തലവേദനിക്കും. പിന്നെ ബൈക്കുമ്മ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാർക്ക് ചെയ്യാനും ഏതിൽ വേണമെങ്കിലും കുത്തിക്കയറ്റി ബൈക്ക് കൊണ്ട് പോകാമല്ലോ. പക്ഷേ കാറാകുമ്പോൾ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. ഇരട്ടി സമയം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ പൊന്നുവിന് വെയ്യാനും അപ്പോൾ ഒരു സമാധാനം ഇല്ലാത്ത പോക്കാണ്. എങ്കിൽ പോലും ഉമ്മ വീട്ടിലുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. പല ഇതിലും ഫാക്ടറിയിലും പോയിട്ട് നോക്കിയിട്ട് എന്താ അവിടുത്തെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ വെൽഡിങ് വരുന്നത്, എങ്ങനെയാണ് കട്ടിങ് വരുന്നത്, ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തുനിന്നും കമ്പയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇത് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് എൻജിനീയറോടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്താ വേണ്ടത് വെച്ചെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് അങ്ങനെ നോക്കിയിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഉള്ള ഏരിയയിലുള്ളൊരു സ്ഥലത്തേക്കാണ്. കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു റൂട്ടിന് തീരെ പോയിട്ടുമില്ല. അപ്പോൾ പല വെറൈറ്റി പല രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തന്നെ അതായത് റൂട്ടൊക്കെ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തെത്തിങ്ങാണ്ട് ഞങ്ങൾ റൂട്ട് അന്വേഷിച്ചപ്പോൾ രണ്ടാൾ രണ്ട് വഴിക്ക് പറഞ്ഞു കേട്ടോ. രണ്ട് പേര് പറഞ്ഞ വഴിയിൽ ഉറച്ചു നിന്ന് അവസാനം ഞങ്ങളൊന്ന് ചൂസ് ചെയ്തുകൊണ്ട് അതിൽക്കൂടി പോയി. അങ്ങനെ കുറേ കോമഡി ഉണ്ടാവും കേട്ടോ. കുറേ ചിരിക്കാനും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. പിന്നെ ഞങ്ങൾ പോരിന് വഴിക്ക് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചക്കത്തെ ഒരു ഫുഡൊന്നും എനിക്കൊന്നും കറക്റ്റ് ആയിട്ടുണ്ടായില്ല. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നു. ഒരു സമാധാനം ഇല്ലാത്ത പോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കൂടെ എന്തോ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ചായയും പിന്നെ ഒരു മുട്ട ബജിയും കഴിച്ചു കേട്ടോ. പിന്നെ കാക്കൊരു ലൈമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലൈം കുടിക്കാനൊക്കെയാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ഈ തലവേദനയുടെ സമയത്തൊക്കെ ചായ ഒന്ന് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ആശ്വാസമായിരിക്കും. ഇപ്പം ഞങ്ങൾ കുറേ പോയി ഞങ്ങൾ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടുന്ന് എടുക്കണ്ടേ എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ധാരണ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ ഒന്നും കൂടെ ഒന്ന് കൺഫേം ആക്കാനും എൻജിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഓഫീസിലോട്ടാണ് കേട്ടോ. നമ്മൾ ഓഫീസിൽ കുറച്ച് പണികളുണ്ട്. അതായത് ഇനി ഞാനിപ്പോൾ റെസിൻ ആർട്ടിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മാസ്റ്റർ ക്ലാസ്സും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി സാധനങ്ങളൊക്കെ റെഡിയാക്കാനും എല്ലാതും ഉണ്ട്. ക്ലാസ് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട്. നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ഒക്കെ ഒന്ന് ഒതുക്കിങ്ങാണ്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് എനിക്ക് അടിച്ചു വരാനും തുടക്കാനുള്ള സൗകര്യത്തിന്. അപ്പോൾ ടേബിളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മളെ സൗകര്യത്തിന് ആക്കിയിട്ടുണ്ട്. പിന്നെ റെസിൻ ആർട്ടിൻ്റെ ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ കളേഴ്സും കാര്യങ്ങളൊക്കെ തിരഞ്ഞു തോൽക്കും. അപ്പോൾ എല്ലാതും ടേബിളിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ നമുക്ക് വർക്ക് ചെയ്യാനും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസിൻ ആർട്ടിൻ്റെ ക്ലാസ്സിൻ്റെ നമുക്കൊരു ഓൺലൈൻ അക്കാഡമി ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ റെസിൻ ആർട്ടിൻ്റെ ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം.
പിന്നെ റെസിൻ ആർട്ട് മാത്രമല്ല നമ്മൾ SSLCയും പ്ലസ് ടുവും ഡിഗ്രിയും PGയും അതുപോലെ തന്നെ മോണ്ടിസോറി TTC PPTTC ഹിന്ദി TTC പിന്നെ അറബിക് TTC പിന്നെ അക്കൗണ്ടിങ് കോഴ്സ് അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് മെഹന്തി കോഴ്സ് ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെ പല കൗൺസിലിംഗ് സൈക്കോളജി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പീസുകളാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉള്ളത് മാസ്റ്റർ ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ കുറച്ച് ബിഗ് പീസാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ഥലമാണല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇനി എനിക്ക് നെക്സ്റ്റ് ഡേ വന്നുകൊണ്ട് ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിട്ടില്ല, ഏകദേശം ആ ഒരു സമയം ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ വന്നുകൊണ്ട് ജസ്റ്റ് വർക്ക് തുടങ്ങിയാൽ മതി. അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഇവിടെ നിലത്ത് ഇവിടെ വലിയ കല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ജോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമ്മേ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് നിലത്ത് ഒരു ടോപ്പ് ഇരിച്ചിട്ട് അതിൽ ഉണക്കാട്ടിക്കാണ്. അത് പഴയ ടോപ്പാണ് കേട്ടോ, അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് MDFും മൾട്ടിവുഡൊക്കെ എനിക്ക് കട്ട് ചെയ്ത് കിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. പിന്നെ സാൻഡിങ് മെഷീനൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഈ ഒരു പണിയും കൂടെ ഈ ഒരു ദിവസം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ പ്ലാനിങ് അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലത്തേക്ക് ആക്കി. അപ്പോൾ രാവിലെ ഇവിടെ നമ്മൾ വീട് പണി എടുക്കണ ആ ഒരു സ്ഥലത്ത് വന്നു കേട്ടോ. വന്നുകൊണ്ട് ആദ്യം ഇവിടെ കുറച്ച് കാടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി ഒഴിവാക്കി ഇട്ടു. ഇനി ഇവിടെ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബെൽറ്റ് വാർപ്പുമ്പോൾ നമുക്ക് ഈർപ്പവും ചെതലൊക്കെ തടയാൻ വേണ്ടിയിട്ട്, ഈർപ്പം തടയാനാണ്, ചെതൽ മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതൊന്ന് പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് നമുക്ക് ഇവിടുത്തെ ഈ വാർപ്പിൻ്റെ നമ്മളെ ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ മണ്ണൊക്കെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബെൽറ്റിൻ്റെ ആ ഒരു നമുക്ക് പെയിൻറ്റ് ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബെൽറ്റിൻ്റെ അവിടുത്തെ ആ ഒരു മണ്ണങ്ങ് നീക്കി ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എങ്കിൽ മാത്രമുള്ള പണിക്കാർക്ക് സുഖമായിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പണിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കാനാവില്ല, നമുക്ക് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് കൈക്കോട്ടും ഇതൊക്കെ പണിയെടുത്തിട്ട് ഞാൻ വയറ്റിലുണ്ടായതിൻ്റെ ശേഷം ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ലക്കിക്കുട്ടിക്ക് ഏകദേശം 6 മാസം കഴിഞ്ഞ് 7-ാം മാസം ആയില്ല. ഏകദേശം ഒരു 1.5 വർഷം തന്നെ ഞാൻ പ്രത്യേകിച്ച് കൈക്കോട്ടും പണിയൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. വീട് പണിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. നിങ്ങൾ വീട് പണിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു ഓപ്ഷന് നമുക്കും തോന്നുകയാണെങ്കിൽ നമുക്കത് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മളെ കമൻറ്റ്സ് മറ്റുള്ളവർ വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ ഏകദേശം ഡൈനിങ് ഹാളും പിന്നെ അതുപോലെ തന്നെ സിറ്റ് ഔട്ടും ഒരു ബെഡ്റൂമും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വർത്താനത്തിന് വരും കേട്ടോ. അപ്പോൾ ആ വർത്താനം ആ പണി അതിൻ്റെ ഇടയിൽ അങ്ങനെ നടക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി ഇതൊന്ന് പൂർത്തിയാക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ചെറിയ പണിയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി, താങ്ക് യു, ബൈ.